മുഅ്മിനുകളെ, അള്ളാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ, ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവിതത്തെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും മുസ്ലിംകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും യത്നിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. വളരെ കാലുഷ്യം നിറഞ്ഞ ഒരു ചുറ്റുപാടും സാഹചര്യവുമാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നത്. അസ്വസ്ഥതകളും ഭയാനകമായ ഭീതിയും സർവോപരി ഹനിക്കപ്പെട്ട സ്വാതന്ത്ര്യങ്ങളും തടയപ്പെടുന്ന അവകാശങ്ങളും തല ഉയർത്തി ജീവിക്കാൻ പോലും കഴിയാത്ത പ്രത്യേകമായ സാഹചര്യങ്ങളും ലോകത്തിൻ്റെ പല ഭാഗത്തും നിലനിൽക്കുന്നു. നമ്മുടെ നാട്ടിലും മനുഷ്യരുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയിട്ടുള്ള വലിയ ചില ആർത്തികളുണ്ട്. അത് സമ്പത്ത്, അധികാരം, സ്ഥാനമാനങ്ങൾ, അനിയന്ത്രിതമായ ജീവിതം അഥവാ ചോദ്യം ചെയ്യപ്പെടാൻ ആരുമില്ലാത്ത വിധം തന്നിഷ്ടം പ്രവർത്തിക്കാനുള്ള മനസ്സിൻ്റെ ഇച്ഛകൾ, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതാണ്. ഇസ്ലാം നമ്മൾ എത്ര ആവർത്തിച്ചാലും അതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുന്നതിന് എപ്പോഴും തടസ്സം വരുന്നു. സമാധാനം, ശാന്തി, സംതൃപ്തി, നിർഭയത്വം, ഇതൊക്കെ ആ പദം അതിൻ്റെ നിഷ്പത്തി മുതൽ എല്ലാ പ്രയോഗങ്ങളിലും അള്ളാഹു ബോധ്യപ്പെടുത്തിയതും അറിയിച്ചതും അംബിയാ മുർസലുകൾ ജനങ്ങളിൽ അധ്യാപനം നിർവഹിച്ചതുമാണ്. പക്ഷേ മുസ്ലിമുകൾ തന്നെ അതിന് പലപ്പോഴും തടസ്സമായി മാറുന്നു. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അള്ളാഹു വിളിക്കുന്നതും ക്ഷണിക്കുന്നതും ദാറുസ്സലാമിലേക്കാണ്. ഓരോ മനുഷ്യനും സന്തോഷകരമായി ജീവിക്കുന്നതിന് എന്ത് സാഹചര്യം ഭൂതലത്തിൽ സംവിധാനിക്കണമോ അതാണ് ഇസ്ലാമിൻ്റെ താല്പര്യമെന്നും സമാധാനമാണ് അതിൻ്റെ മുഖമുദ്രയെന്നും ഖുർആൻ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈമാൻ എന്ന വാക്ക് ഖുർആനിൽ ആവർത്തിച്ച ഒരു വാക്കാണ്. ആമന, ഈമാനൻ, ആമിനു, ആമന എന്നിങ്ങനെയുള്ള പദങ്ങൾ. ഈ വാക്കുകളെല്ലാം രൂപപ്പെടുന്നത് ഒരു മതം എന്ന നിലയ്ക്ക് അല്ല. മതത്തിനപ്പുറം ഏതൊരു മനുഷ്യൻ ശരിയായ വിശ്വാസം ഉൾക്കൊള്ളുന്നുവോ ആ മനുഷ്യൻ അനുഭവിക്കുന്ന അനുഭവമാണ് നിർഭയത്വം. അതാണ് ഈമാൻ. അപ്പൊ നിർഭയത്വം ആരാഗ്രഹിക്കുന്നു അവർക്ക് അവരുടെ വിശ്വാസത്തെ ശരിപ്പെടുത്തിയാൽ മതി. കളങ്കമില്ലാത്ത തൗഹീദ് ഉൾക്കൊണ്ടാൽ മനസ്സ് നിർഭയമാകും എന്ന്
ഏതാണ്ട് 1.25 ലക്ഷം അമ്പിയ മുർസലുകൾ ജനങ്ങളെ ജീവിതകാലം മുഴുവൻ പറഞ്ഞു ബോധ്യപ്പെടുത്തിയതും അനുഭവിപ്പിച്ചതുമാണ്. അപ്പൊ അതുകൊണ്ട് ശരിയായ വിശ്വാസം ജനങ്ങളിൽ രൂപപ്പെടുത്തലാണ് പ്രവാചകന്മാരുടെ ഒരു ജോലി. അവരതിനു വേണ്ടിയാണ് കഠിനമായി യത്നിച്ചത്. അതിനു വേണ്ടിയുള്ള യത്നത്തിൻ്റെ മധ്യേയാണ് ജനങ്ങളിൽ നിന്നേൽക്കേണ്ട തരത്തിലുമുള്ള പീഡകൾ ഏറ്റെടുക്കേണ്ടി വന്നതും ബഹിഷ്കരണങ്ങൾക്ക് വിധേയമായതും പരിഹാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നതും നാടുകടത്തൽ വരെയും ഉണ്ടായത്. ഈ വിശ്വാസം ശരിപ്പെട്ടാൽ ഉണ്ടാകുന്ന നിർഭയത്വം എങ്ങനെ അനുഭവിക്കാം എന്നത് ജനങ്ങളെ പഠിപ്പിച്ചപ്പോഴാണ്. അപ്പൊ ഈമാൻ എന്ന് പറയുന്നത് നിർഭയത്വമാണ്. എന്നാൽ ഏതെങ്കിലും ഒരു മതം എന്ന നിലയിൽ നിർഭയത്വം ലഭിക്കില്ല. ഏതെങ്കിലും ഒരു മതത്തിൻ്റെ അനുയായി എന്നതുകൊണ്ട് ഈ നിർഭയത്വം ലഭിക്കുകയില്ല എന്നർത്ഥം. മറിച്ച് അത് ലഭിക്കുന്നത് ഏതൊരനുയായിയും ശരിയായ വിശ്വാസം ഉൾക്കൊണ്ടാൽ മതി എന്നതാണ് അതിൻ്റെ അടിസ്ഥാന തത്വം. അതുകൊണ്ടാണ് മുസ്ലിമായ ഒരാൾ പോലും എത്രയോ അധികം ആളുകൾ മനസമാധാനം അന്വേഷിച്ച് പല കാര്യങ്ങളിലും ചെന്ന് വീഴുന്നത് നമുക്ക് കാണാൻ കഴിയും. മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ ഇത് ലഭിച്ചുകൊള്ളണമെന്നില്ല. എക്കാലവും മനുഷ്യരിൽ മഹാഭൂരിപക്ഷത്തെയും ആശയോടെ പിൻബലം നൽകി നയിച്ചു വരുന്നത് മതങ്ങളാണ്. അതിൽ ലോകത്ത് ഏറ്റവും അധികം അനുയായികൾ എന്ന നിലയിൽ വലിയ ജനപങ്കാളിത്തം, ജനപിന്തുണ സിദ്ധിച്ചിട്ടുള്ള മതങ്ങൾ എന്ന നിലയിലാണ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ അനുചരർ ലോകത്ത് അറിയപ്പെടുന്നത്. ഖുർആൻ ഏറ്റവും അധികം തവണ ആവർത്തിച്ച ഒരു പേര്, അതിൻ്റെ താഴെ ബാക്കി നബിമാരൊക്കെ. ഏറ്റവും അധികം പറഞ്ഞത് ചരിത്രവും വർത്തമാനവും ജയാപജയ കാരണങ്ങളും എല്ലാം വിവരിച്ചത് മൂസ അലൈഹിസ്സലാമിനെയാണ്. അപ്പൊ അദ്ദേഹത്തിൻ്റെ അനുചരർ ഏതാണ്ട് ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് അങ്ങനെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും വലിയ അനുചര വൃത്തങ്ങളിലൂടെ അതിൻ്റെ അനുയായികൾ ലോകത്തെമ്പാടും വ്യാപിച്ചിട്ടുണ്ട്. ഒരു വേള ഭരണരംഗത്തും അധികാര മേഖലയിലും സാമ്പത്തിക വിനിമയ മാർഗങ്ങളിലെല്ലാം അനൽപമായ സ്വാധീനവും അവർ ചൊലുത്തിപ്പോരുന്നു. അത് നേരത്തെയും ഇപ്പോഴും. അത് യഹൂദർ എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് തന്നെ വിവിധ നാമങ്ങളിൽ ചെറിയ ചെറിയ ആശയവ്യത്യാസത്താൽ രൂപപ്പെട്ട ഘടകങ്ങളായും ലോകത്ത് അവശേഷിക്കുന്നു. മറ്റൊന്ന് ഈസബിനു മറിയം അലൈഹിസ്സലാമാണ്. അദ്ദേഹത്തിൻ്റെ അനുയായികളും പിൽക്കാലത്ത് ഒട്ടനവധി ഗണനങ്ങളിൽ ഏർപ്പെടാനുണ്ടായ കാരണം അവരുടെ വിശ്വാസത്തിൽ നിന്ന് രൂപപ്പെട്ട ഭിന്നതകളാണ്. ആ ഭിന്നതകൾക്കനുസരിച്ച് അനുചരരുണ്ടായി. ഏകം എന്നതും ത്രിത്വം എന്നതും അതിൻ്റെ അപ്പുറവും ഒരുപാട് വ്യതിചലിച്ച വിശ്വാസങ്ങളൊക്കെ അവിടെ കാണാം. അവരുടെയും സാന്നിധ്യം ഈ വൻകരകളിലെല്ലാം ഏറ്റവും കൂടുതലാണ്. ഖുർആനിൽ 5 ഇടങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ട ഒരു പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അന്ത്യപ്രവാചകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഒരു പ്രത്യേക മത സമുദായ ഘടന രൂപപ്പെടുത്താൻ ശ്രമിച്ചില്ല. ദീൻ നിലനിർത്താനാണ് അദ്ദേഹം ശ്രമിച്ചത്. അഖീമുദ്ദീൻ, അഖീമുദ്ദീൻ, നിങ്ങൾ ദീനാണ് നിലനിർത്തേണ്ടത്. അങ്ങനെ ദീൻ നിലനിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ അധീനതയിൽ, നിങ്ങളുടെ കീഴിൽ, നിങ്ങളുടെ താല്പര്യമനുസരിച്ച് ഈ ദുനിയാവ് രൂപപ്പെടും.
ദാറുൽ അർക്കമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭീതിയോടെ കഴിയുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ 5 8 10 ആളുകൾ മാത്രമുള്ളൊരു കാലം, എപ്പോഴും എവിടെ നിന്നും ആക്രമിക്കപ്പെടാവുന്ന ഒരു കാലഘട്ടത്തിലാണ് മക്കയിൽ അന്ന് നബിയുള്ളത്. അവിടെ അവരോട് പറഞ്ഞ ഒരു വാക്ക്, യാ അയ്യുഹന്നാസ് ഊലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. തുഫ്ലിഹു, അതിൻ്റെ ഒന്നാമത്തെ മെച്ചം നിങ്ങൾ വിജയിച്ചിരിക്കും എന്നതാണ്. രണ്ടാമതൊരു ഗുണമുള്ളത് തംലിക്കു ലക്കുമുൽ അറബ, ഈ അറബുകളുടെ മേൽ നിങ്ങൾക്ക് ആധിപത്യം വീണ്ടെടുക്കാം, നിങ്ങൾക്കുണ്ടാവും. 2 വൽ അജമ, അനറബികളുടെ മേലും. പക്ഷെ അതിന് നിങ്ങളിൽ ഉണ്ടാകേണ്ടത് ദീനാണ് എന്ന് അവരെ അന്ന് ബോധ്യപ്പെടുത്തിയതാണ്. ഈ ദീൻ അതിൻ്റെ ഈ മാനുഷിക കരുണയുടെ പ്രതലത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും വലിയൊരു സംഭവം അബൂദാവൂദ് അലൈഹി റഹ്മയുടെ സുനനിൽ വന്നതാണ്. അങ്ങനെ പല ഇമാമുകളും ഉദ്ധരിച്ചിട്ടുണ്ട് ആ ഹദീസ്. അതൊരു കൂട്ടിൽ നിന്ന് ഒരു ചെറിയ പക്ഷിക്കുഞ്ഞിനെ കുട്ടികൾ അല്ലെങ്കിൽ അല്പം ദൃഢമായവർ അതെടുത്തു കൊണ്ടുവന്നപ്പോൾ നബിക്ക് അസ്വസ്ഥത സഹിക്കാൻ കഴിഞ്ഞില്ല അത് കണ്ടിട്ട്. അപ്പൊ അതിന്റെ തള്ളപ്പക്ഷി അതിന്റെ മുകളിൽ ഇങ്ങനെ വട്ടമിട്ട് പറക്കും, ഇതിങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിനെ വളർത്താൻ കൊണ്ടുവന്നതാകാം. നബി ആ കുഞ്ഞിനെ അതിൻ്റെ കൂട്ടിൽ തിരിച്ച് സുരക്ഷിതമായി വയ്പ്പിക്കുകയും എന്നിട്ട് അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഒരു കുഞ്ഞ് പോലും എന്നർത്ഥം. അപ്പൊ ഒരു ശിശു എന്നാണ് ഞാൻ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. ആ സ്ഥാനത്ത് ആദ്യ 13 വർഷക്കാലം തല്ലുകൊള്ളുന്ന ഒരു വലിയ ജനവിഭാഗം എന്ന് വേണമെങ്കിൽ അക്കാലത്തെ ജനസംഖ്യയുമായി തട്ടിച്ചു നോക്കി പറയാം. അത് നബിയും അനുചരരുമാണ്. ആട്ടി ഓടിക്കപ്പെടുക, ആക്രമിക്കപ്പെടുക, പരിഹാസത്തിന് വിധേയമാക്കുക, നാട് കടത്തുക, സമ്പൂർണ്ണ ബഹിഷ്കരണം. ഇപ്പൊ ലോകരാജ്യങ്ങളുടെ ഏറ്റവും ഒന്നാമത്തെ ആയുധം ബഹിഷ്കരണമാണ്. അപ്പൊ വലയം ചെയ്യപ്പെടും ആ ബഹിഷ്കരണം. അവർ അവരുടെ നാട്ടിൽ തന്നെ കഴിയേണ്ടി വരും, വെളിയിലേക്ക് കടക്കാൻ പറ്റൂല. വെളിയിൽ നിന്ന് ഒന്നും അവർക്ക് കിട്ടുകയുമില്ല. എത്ര കാലമായി ഇറാനിയൊക്കെ ബഹിഷ്കരണ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ട് വൻകിട രാജ്യങ്ങൾ കൂടി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവരത് പിടിച്ചു നിൽക്കുന്നത് അവരുടെ നാടിന്റെ പ്രത്യേകതയാണ്, അല്ലെങ്കിൽ അവരുടെ നിശ്ചയദാർഢ്യവും അവരുടെ വിശ്വാസ ദൃഢതയുമാണ്. അവർ കഠിനാധ്വാനം ചെയ്യുന്നു വലിയ ഒരു പ്രതീക്ഷയോടെ. അതുകൊണ്ട് തന്നെ അവരൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് യഥാർത്ഥത്തിൽ അവരുടെയൊക്കെ പ്രചോദനം. നിങ്ങൾ സത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന പക്ഷം ലാ യദുറുഹു മൻ ഖാദലഹു. തുർമുദി ഉദ്ധരിച്ച ഹദീസിലെ വാചകത, അവരെ ആർക്കും ഉപദ്രവിക്കാൻ കഴിയില്ല, എത്ര വലിയ ശക്തമായ എതിരാളികൾക്കും. ഇതാണ് ആ ഹദീദിന്റെ ആശയം. പക്ഷെ അവർ അടിയുറച്ച് നിൽക്കുന്നവരാകണം, സത്യത്തിലായിരിക്കണം. സത്യവും നീതിയും ധർമ്മവുമാണ് ഈ ഈമാനിന്റെ അടിത്തറയിൽ പടുത്തുയർത്തപ്പെട്ടിട്ടുള്ള അതിൻ്റെ ആദർശം. സത്യവുമാണ്, നീതിയുമാണ്, ധർമ്മവുമാണ്. അപ്പൊ അത്ര മാനുഷിക പരിഗണന കൽപ്പിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ പ്രവാചകനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഴി ആണെന്ന് തോന്നുന്നു ഇമാം മുസ്ലിമിൽ വന്ന ഒരു ഹദീസ്. ആ ഹദീസ് സൂറത്ത് തൗബയുടെ 5 മുതൽ 13 വരെയുള്ള ആയത്തുകൾ അവതരിക്കുന്ന സാഹചര്യത്തെ വിവരിക്കുക കൂടി ചെയ്യുന്നുണ്ട് ആ ഹദീസ്.
അത് സൂറത്ത് അൽ ബക്കറയുടെ ഒരു ആയത്തിന്റെയും വിവരണമാണ്. അപ്പൊ സൂറത്ത് തൗബ 5:13 നിങ്ങൾക്കൊന്ന് വായിക്കാൻ വേണ്ടിയാണ് ആ നമ്പർ ഞാൻ പറഞ്ഞത്. അവിടെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട 4 കൽപ്പനകളുണ്ട്. ശാസനയുള്ള കൽപ്പന, അത് ലംഘിക്കാൻ പാടില്ല. അതിലൊന്ന്, കുട്ടികൾ സുരക്ഷിതരായിരിക്കണം എവിടെയും എപ്പോഴും. ഒരു യുദ്ധമേഖലയാണെങ്കിൽ പോലും കുട്ടികൾ സുരക്ഷിതരായിരിക്കണം. നബിയുടെ ജീവിതകാലത്ത് 23 വർഷമാണ് ജീവിച്ചത്. ആ ജീവിതകാലത്ത് റസൂലുള്ള നേതൃത്വം വഹിച്ച് പങ്കെടുത്ത 80-ൽ ശിഷ്ടം ഏറ്റുമുട്ടലുകൾ ഈ യുദ്ധങ്ങൾ എന്ന അധ്യായത്തിൽ ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്, എല്ലാ ഹദീസിന്റെ കിതാബിലും. അതിൽ ഒരു കുട്ടി പോലും കൊല്ലപ്പെടുന്നില്ല. കാരണം നബിയാണ് അതിന്റെ മുൻനിരയിൽ. അപ്പൊ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ഉപദ്രവമല്ല ഇവിടെ ലക്ഷ്യം, അക്രമവുമല്ല, അനീതിയുമല്ല, അധർമ്മ വഴിയുമല്ല. മറിച്ച് മാനുഷികത നിലനിൽക്കുന്നതിന് തടസ്സമാകുന്ന എല്ലാ വേലിക്കെട്ടുകളും പൊളിച്ചു മാറ്റലാണ്. അത് തൗറാത്തിന്റെ കൽപ്പനയാണ്, ഇഞ്ചീലിന്റെ കൽപ്പനയാണ്, മൂസാ നബിയുടെയും ഈസാ അലൈഹിസ്സലാമിന്റെയുമാണ്. സൂറത്തുൽ മാഇദയിൽ അത് എടുത്തുദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കപ്പെടാൻ പാടില്ല, അത് ലിംഗഭേദമന്യേ. അതുപോലെ തന്നെയാണ് രണ്ടാമത് പരിഗണിക്കുന്നത് 100% സ്ത്രീകളാണ്. സ്ത്രീത്വത്തിന്റെ സുരക്ഷയ്ക്ക് ഇത്രയും വലിയ പ്രാധാന്യം കൽപ്പിച്ച ഒരു ചരിത്ര അധ്യായം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഇസ്ലാമിലല്ലാതെ. സ്ത്രീയുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയാണ്. അത് ഏത് പ്രായമുള്ള സ്ത്രീ. ഞാനൊരു കഴിഞ്ഞ ഹുത്തുബയിൽ പറഞ്ഞിരുന്നു, സെർബുകൾ നടത്തിയ അതിക്രമത്തിന്റെ ക്രൂരത UN-ൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ 60,000 മുസ്ലിം സ്ത്രീകളെയാണ് തടവിൽ പാർപ്പിച്ചത്, 4 വയസ്സിന് മുകളിലേക്കുള്ള പെൺകുട്ടികൾ വരെ. അതിൽ മഹാഭൂരിപക്ഷവും പ്രായമായവർ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ 9 മാസമാണ് താമസിപ്പിച്ചത്. കാരണം അവരെല്ലാം പ്രസവിച്ച ശേഷം അവരെ വിടുകയോ കൊല്ലുകയോ ചെയ്യുക. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു കണക്ക് പറഞ്ഞതാണ് ഇവിടെ. ഇത് സുഡാൻ 2.5 ലക്ഷം ആളുകളാണ് ഇപ്പോൾ വധിക്കപ്പെട്ടത്. അവിടെ മുസ്ലിംകൾ ഇസ്ലാമിന് നേരെയാണ് വെടിയുതിർത്തുകൊണ്ട് നടക്കുന്നത്. അതാണ് പ്രത്യേകത. മറ്റത് സെർബുകൾ ഈസാ അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ എന്നെങ്കിലും പറയാം. ഇത് നമ്മൾ ഗോത്രങ്ങളായി ജീവിക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. അവിടെ ഒരുപാട് ധാതുക്കളുണ്ട്. അത് ഈ സാധുക്കൾക്കറിയാതെ പട്ടിണി കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കാലങ്ങൾ എത്രയോ നൂറ്റാണ്ടുകൾ. ഇത്ര പട്ടിണി മുറുകെ പിടിച്ച ഒരു രാജ്യം വേറെ വളരെ കുറച്ചേ ഉള്ളൂ. അതിലൊന്നാണ് സുഡാൻ. അപ്പൊ ധാതുക്കളൊക്കെ അവിടെയുണ്ട്. അത് എല്ലാവർക്കും വേണം. എല്ലാവരും നോക്കുന്നത് അങ്ങോട്ടാണ്. അങ്ങനെ നോക്കുമ്പോ എനിക്ക് വേണം എന്നാണല്ലോ. അപ്പൊ ചേരിതിരിവുണ്ടാവും. ഇവർക്കൊക്കെ വന്നിറങ്ങി ആധിപത്യം സ്ഥാപിക്കണമെങ്കിൽ ആ നാട് ഭിന്നമാകണം. ഭിന്നമായാൽ അവർ പരസ്പരം തല്ലിക്കൊണ്ട് നടന്നോളും, നമുക്ക് നമ്മുടെ കാര്യവും നടക്കും. 200 കൊല്ലം ഭരണം നടത്തിയിട്ട് പോരാ എന്ന് തോന്നിയ ബ്രിട്ടന് ഇന്ത്യ രാജ്യത്തെ പിന്നെ അവശേഷിപ്പിച്ചത് ഈ തന്ത്രം ഉപയോഗിച്ചാണ്. അതുകൊണ്ട് എന്തും വരുത്താം. ലോകത്ത് ഒരുപാട് വലിയ കൂടുതൽ നിലവാരത്തിൽ വായിക്കപ്പെട്ട കുറെ ഗ്രന്ഥങ്ങളുണ്ട്. ഇംഗ്ലീഷിലാണ് അതെല്ലാം. ആ ഗ്രന്ഥങ്ങൾ മനുഷ്യരുടെ നാഗരികത, വളർച്ച, സയൻസും ടെക്നോളജിയും വളർന്നപ്പോൾ മനുഷ്യകുലത്തെ ആപതിച്ചിട്ടുള്ള ബ്ലാക്ക് അഥവാ അന്ധത എന്ത് എന്ന് വിവരിക്കുന്നിടത്തൊരു കാര്യമുണ്ട്. നമ്മൾ വംശഹത്യ മാത്രമേ കാണുന്നുള്ളൂ. വംശഹത്യയുടെ പിന്നിൽ അവര് ലക്ഷ്യമാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്.
അത് അവർക്ക് ഏതെങ്കിലും ഒരു വിശ്വാസം നിങ്ങൾ ഉൾക്കൊണ്ടു എന്നതൊന്നും അവരെ ചൊടിപ്പിക്കുന്നതല്ല, മറിച്ച് അത് വരുത്തി തീർക്കുകയാണ്. വിശ്വാസത്തിനെതിരിലാണ് ഈ പ്രവണതയൊക്കെ ഉള്ളത്. ഇപ്പൊ ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞാൽ വിശ്വാസവുമായ സംഘടനമാവും. ഒന്ന്, സയൻസും ടെക്നോളജിയും അത് ഉപയോഗപ്പെടുത്തും. മൂന്ന്, കോർപ്പറേറ്റുകൾക്ക് അതീവ താല്പര്യമൊന്നല്ല, അവരുടെ പിൻബലം അതിൻ്റെ പിന്നിലുണ്ടാവും. കാരണം അവരുടെ വളർച്ച ഈ ഭിന്നതയെ എത്രത്തോളം വളർത്തുന്നു അതനുസരിച്ച് ആ നാട്ടിൽ അവർക്ക് വളരാൻ കഴിയും. നാല്, അതാണ് ആധിപത്യം സ്ഥാപിക്കാൻ എളുപ്പമായ വഴി. ഇത് ഇന്ത്യക്കും അറിയില്ല, പാകിസ്ഥാനും ഇന്നും അറിയില്ല കേട്ടോ. അത് വേറെ വശം, ഞാൻ അങ്ങോട്ടൊന്നും കടന്നു വരികയല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, തെക്കും വടക്കുമുള്ള ഒരു രാജ്യത്തിന്റെ രണ്ട് പ്രദേശങ്ങൾ, അത് മതിൽ കെട്ടി തിരിച്ചിട്ടൊന്നുമില്ല ജർമ്മനി ചെയ്തതുപോലെ, മറിച്ച് ഈ രണ്ട് ഭൂപ്രദേശങ്ങളിലുള്ള ആളുകൾ പകൽ ഭേദമന്യേ ഇരുട്ടിയാലും നീ ടെക്നോളജി ഉള്ള കാരണം വെളിച്ചം ഉണ്ടാവും. അത് ബിസ്മി എല്ലി വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കി, എന്താ ഭീകരത! ഏറ്റവും അധികം കുട്ടികൾ, സ്ത്രീകൾ, വൃദ്ധർ, ആരാധനാലയങ്ങൾ, പള്ളിക്കൂടങ്ങൾ, ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ, കളിസ്ഥലങ്ങൾ, സ്വസ്ഥതയ്ക്ക് വേണ്ടി മനുഷ്യൻ നല്ലൊരു മണിക്കൂർ ചെലവഴിക്കുന്നത് വീടുകളിലാണ്. അത്തരം വീടുകൾ ഒന്നടങ്കം ഇതിങ്ങനെ നശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അവരുടെ ഒരു 3 തലമുറ കഴിഞ്ഞാൽ പോലും ഒരു ചെറിയ വീടുണ്ടാക്കാൻ കഴിയില്ല. അതാണ് ഗസയിൽ ചെയ്തു തീർത്തത്. അത് ജർമ്മനിയിലും അത് തന്നെയായിരുന്നു ഹിറ്റ്ലർ ചെയ്തത്. അത് തന്നെയാണ് ഇന്ത്യ രാജ്യത്തും ആവർത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് സുഡാനിലും നടക്കുന്നത്. സിറിയയും അങ്ങനെയാണ്, ബോസ്നിയ അങ്ങനെയാണ്, ഇറാഖ് അങ്ങനെയാണ്. ഏറ്റവും ഇങ്ങേയറ്റത്ത് ഇസ്ലാമിനെ ഇത്ര തീവ്രമായി ഉൾക്കൊണ്ട ഒരു രാജ്യം അഫ്ഗാനിസ്ഥാൻ മാത്രമേ ഉള്ളൂ. വ്യക്തി ജീവിതത്തിൽ ഇസ്ലാമിക നിഷ്ഠയിൽ തീവ്രത വച്ച് പുലർത്തുകയാണെങ്കിൽ അത് അവനിൽ ഒതുങ്ങും. ഞാൻ കളവ് പറയില്ല. അത് വ്യക്തി ജീവിതത്തിൽ ഒരാളുടെ നിശ്ചയദാർഢ്യമാണ്. അപ്പൊ അയാൾ നന്നാവും, അയാൾ വഴി ലോകത്ത് ആർക്കൊരു ദോഷം ഉണ്ടാവില്ല. ഇസ്ലാമിക തീവ്രത എന്ന് പറയുന്നത് ഇസ്ലാമിക വിശ്വാസ അനുഷ്ഠാന കർമ്മ മേഖലകളിലുള്ള പ്രത്യേകതയാണ് എങ്കിൽ അത് വളരെ ഗുണം ചെയ്യും ആളുകൾക്ക്. മറിച്ച് ഇത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കലാകുമ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, 1-ാം ക്ലാസ്സിൽ അഡ്മിഷന് വേണ്ടി ഇവിടെ ഒരുപാട് സമരം നടന്നു കേരളത്തിൽ, ഒരുപാട് ജാതി മതത്തിന്. ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും വരികയല്ല. 4-ാം ക്ലാസ് കഴിഞ്ഞാൽ ഒരു പെണ്ണും പള്ളിക്കൂടത്തിൽ പോയി കൂടാ, ഇത് അടിച്ചേൽപ്പിക്കുകയാണ്. നമ്മളത് ആലോചിച്ച് നോക്കിയേ. ഇതിപ്പോ അഫ്ഗാനെയാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരു ഭരണാധിപന് ഒരു കാലുണ്ടല്ലോ, വഴിവിളക്കിന്റെ കാല്, അതിൽ തൂക്കിയിട്ടു എന്ന് മാത്രമല്ല, പകുതി കത്തിത്തീർന്ന ഒരു സിഗരറ്റ് കുറ്റിയൂടെ അയാളുടെ വായിൽ വെച്ചു. അങ്ങനെയാണ് കെട്ടി തൂക്കിയിട്ടത്. ഇസ്ലാമിക തീവ്രതയാണ് ഞാൻ ഈ പറഞ്ഞേ. അങ്ങനെ അങ്ങോട്ട് വന്നാൽ ഒരു വാർത്താ വിനിമയ മാർഗങ്ങളും അംഗീകരിക്കാൻ കഴിയില്ല. ഒരു പീരിയോഡിക്കൽസും വെളിയിലിറങ്ങാൻ പാടില്ല. ഒരു പെണ്ണിന്റെ ഫോട്ടോ ഉള്ള ഒരു സ്ത്രീയും വെളിയിൽ വരാൻ പാടില്ല. അതിൻ്റെയൊക്കെ ബാക്കി ഭാഗമാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. ഡോക്ടറെ അടുത്ത് മുസ്ലിം പെണ്ണിന് പോകാവോ, ഡോക്ടറുടെ കാബിലിരിക്കാവോ, പുരുഷൻ അന്യനാണ്. കേരളത്തിൽ ഈ ചർച്ച വരുന്ന ഇവിടം പോലാണ്. ഇസ്ലാമിക തീവ്രതയാണ് ഈ പറഞ്ഞേ. അപ്പൊ എത്രത്തോളം ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ഒരടി മുന്നോട്ട് വയ്ക്കാൻ ലോകം ആഗ്രഹിച്ച് അശ്ലേഷിച്ച് സ്വീകരിക്കുന്ന ഈ മഹത്തായ സമാധാനവും സന്തോഷവും ഏകുന്ന ഈ ദീൻ ലോകം അംഗീകരിച്ച ഒരടി മുന്നോട്ട് പോകുമ്പോൾ ദീനിന്റെ ആളുകൾ അത് വെടിവെച്ച എന്തുണ്ടാവും? 2 അടി പുറകോട്ട് പോകും. ഇപ്പൊ ഡൽഹി പോലെ ഉദാഹരണം പറഞ്ഞാണ് സംഭവിക്കുന്നത്. അതാണ്. നിങ്ങൾ ഖുർആനിലെ വലിയ ഒരു പ്രസ്താവന,
ആ പ്രസ്താവന വലിയ പ്രധാനപ്പെട്ടതാണ്. ലാ യജ്രിമന്നക്കും ഷനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ദാലിക അഖറബു ലിത്തഖ്വ. നിങ്ങൾക്ക് ഒരു ജനതയോടുള്ള വിദ്വേഷമുണ്ട്. ആ വിദ്വേഷം വെറുതെ ഉള്ളിന്റെ ഉള്ളിൽ അസൂയ വഴി ഉണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ വളർച്ചയും ജീവിതവും കണ്ടിട്ടാകാം, പക രൂപപ്പെടുന്നതാകാം. അങ്ങനെ പല നിലയിൽ നിങ്ങളുടെ സ്ഥാനം തട്ടിത്തെറിപ്പിച്ചു എന്നതാകാം. ഇലക്ഷനിൽ നമ്മൾ തോറ്റുപോയാലും ഇതൊക്കെ വരാമല്ലോ. ഇങ്ങനെയൊക്കെ ആകാം. പക്ഷെ എന്നാലും അനീതി കാണിക്കാൻ പാടില്ല. അനീതി പാടില്ല എന്നാണ് ഇസ്ലാം. ഒരിക്കലും ആക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല, അക്രമത്തെ തടയുകയോ അടിച്ചമർത്തുകയോ ചെയ്യുന്നതിനാണ് ഖുർആനിന്റെ നിർദ്ദേശം മുഴുവൻ. ഏത് അക്രമം ഏത് ഭാഗത്തു നിന്നുണ്ടായാലും ആരിലായാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച ഒരു വചനം കൂടിയുണ്ട്. അത് യുദ്ധക്കളത്തിൽ ഏറ്റുമുട്ടലിനിടയിൽ തൻ്റെ മുന്നിൽ വന്നുപെട്ട ഒരാളെ, അയാൾ പെട്ടെന്ന് ഷഹാദത്തൊക്കെ ചെല്ലുകയാണ് ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, അല്ലെ മാപ്പ് പറയുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഞാൻ നിങ്ങളെ ആക്രമിക്കില്ല, ഞാൻ ഒതുങ്ങിയിരിക്കുന്നു അടങ്ങിയിരിക്കുന്നു എന്ന് കാണിച്ചതായിരിക്കാം. എന്നിട്ടും അദ്ദേഹത്തെ വകവരുത്തി. അപ്പൊ നബി ആവർത്തിച്ചത്, നിനക്ക് പരലോകത്ത് നിന്നെ ഹാജരാക്കുമ്പോൾ അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്ക് അവൻ ഏതർത്ഥത്തിലും പറയട്ടെ, അത് നിന്റെ മുൻപിൽ സാക്ഷിയായി കൊണ്ടുവരപ്പെട്ടാൽ എന്താണ് പിന്നെ നിനക്കൊരു രക്ഷയുടെ വഴി? ഇപ്പൊ ബസ് സ്റ്റോപ്പായിരുന്നാലും ജനങ്ങൾ കൂടുതൽ വരുന്ന, ഇപ്പൊ ചെങ്കോട്ട എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൂറിസം ഉള്ളൊരു പ്രദേശമാണ്. അവിടെ വരുന്ന ആളുകളുടെ സന്തോഷം, ആനന്ദം, അങ്ങനെ തുടങ്ങി ഒരുപാട് നിർവൃതികളുടെ മേഖലകളുണ്ട്. അതിനെ ശിഥിലമാക്കുക മാത്രമല്ല, ഏറ്റവും വലിയ ഭീതിയോടെ ഇസ്ലാമിനെ കാണാൻ വഴിമരുന്നിടുന്നു എന്നതാണ് അതിൻ്റെ പിന്നിലെ നമ്മൾ കാണുന്ന കാഴ്ച. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഇത്രയും വലിയ ഭീകരതയുള്ള വേറൊരു രാജ്യം മുസ്ലിങ്ങളല്ലാതെ വേറെ ആരും ഇല്ല എന്ന് അടുത്ത ഒരു 3 തലമുറ 100 കൊല്ലം ഇനി പറയിപ്പിക്കും. അതാണല്ലോ നമുക്കും അറിയാതെ വരുന്നത്. നമ്മൾ ചെന്ന് പെടുന്നതും അങ്ങനെ തന്നെയാണ്. പലതിലും യുവാക്കളും യുവതികളൊക്കെ ഇതിനകത്തുണ്ടാകാം. അതുകൊണ്ട് ഖുർആൻ ക്ഷണിച്ചതും അംബിയാ മുർസലികൾ സ്ഥാപിച്ചതും ദീനാണ്. ദീൻ ഒരു മനുഷ്യനെ നന്നാക്കിയെടുക്കലാണ്. അവരിൽ ധർമ്മബോധം വളർത്തുകയാണ്, അവരിൽ നന്മ വളർത്തുകയാണ്. ലഷ്കറെ തൈബ, ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. വാക്കിന്റെ അർത്ഥം നന്മയുടെ സൈന്യം എന്നാണ്. ജയ്ഷെ മുഹമ്മദ്, മുഹമ്മദ് നബി അലൈഹിസ്സലാമിന്റെ സൈന്യമാണ്. അങ്ങനെ എന്തെല്ലാം നന്മയുടെ നാമങ്ങൾ. ഇപ്പൊ ഈ കോഴി ഫാമിന് മദീന പേരിടുന്ന പോലെയാണ്. ഇതിപ്പോ നമുക്കിവിടെ കച്ചവടമാണ് ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് കോഴിയുടെ ഫാം ആണെങ്കിൽ പോലും മക്കയോ മദീനയോ കഅബയോ സഫയോ മറുവയോ ഒക്കെ പേരിടും. എന്നതുപോലെയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളിവിടെ ആളുകളുടെ ഭീതി ഉണ്ടാക്കലാണോ ഇസ്ലാമിന്റെ ലക്ഷ്യം? അതല്ല സമാധാനം ഉണ്ടാക്കലാണോ? സമാധാനം ഉണ്ടാക്കാനാണെങ്കിൽ ഈ പേരിന്റെ ഒന്നും ആവശ്യമില്ല, ഓരോരുത്തരും ജീവിച്ചാൽ മതി. ഇത് പൂർത്തീകരിക്കുന്നതിന് ജമാലുദ്ദീൻ അഫ്ഗാനി, ഇതേ അഫ്ഗാനിൽ ജീവിച്ച ഒരാളാണ്. ലോകശ്രദ്ധ പിടിച്ചു പറ്റിയ വലിയ ജേതാവും നേതാവും പണ്ഡിതനും ചരിത്രകാരനും ഒക്കെയാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഇതാ അറദിന അൻനദുഉവ അഖ്വാമ ഔറുബ ഫഅലൈന അവലൻ യജിബു അലൈന അൻ നുഖന്നിഅ അന്നഹു ലസ്ന ബി അന്നനാ മിനൽ മുസ്ലിമീൻ. അദ്ദേഹം അന്ന് പറഞ്ഞ വാചകമാണ്. നിങ്ങൾ സ്വതന്ത്രരായ യൂറോപ്പിലെ ജനങ്ങളെ ഇസ്ലാം പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഇതിൻ്റെ പ്രവാചകത്വമാണിത്,
നടക്കുകയാണ് നമ്മൾ ദഅവത്ത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? യജിബു അലൈന അവ്വലൻ, നമുക്ക് ആദ്യമായി നിർബന്ധമായ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ദീനിനെയാണ് പഠിപ്പിക്കാൻ പോണത്. അവ്വലൻ അന്നു കന്യ അന്നഹും, അവരെ ബോധ്യപ്പെടുത്തണം. എന്താ ബോധ്യപ്പെടുത്തേണ്ടത്? ലസ്ന ബി അന്നനാ മിനൽ മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളല്ലാട്ടോ. ഞങ്ങളെ നോക്കിയിട്ട്, ഞങ്ങളുടെ ജീവിതവും നടപടിക്രമവും ഞങ്ങളുടെ കമ്മിറ്റി നോക്കിയിട്ട് ഇസ്ലാമിനെ നിങ്ങൾ പഠിക്കണ്ടെന്ന് ആദ്യം അവരോട് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇതിനെ കുറിച്ച് പറഞ്ഞോ. അപ്പൊ പിന്നെ അവർക്ക് പഠിക്കാൻ എളുപ്പമല്ല. നിങ്ങളെ കണ്ടിട്ട് ഈ കിതാബ് വായിക്കാനിരുന്നാൽ ഓരോ പേജിലും നിങ്ങളുടെ മുഖം വരും. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ദഅവത്ത് വഴിമുട്ടുന്നത് അവിടെ വച്ചാണ്. അപ്പൊ ലോകം സമാധാനം ആഗ്രഹിക്കുമ്പോൾ ഇസ്ലാം അതിനെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു കിതാബാണ് ഖുർആൻ എന്ന് നാം ബോധ്യപ്പെട്ട് അതിന്റെ പ്രചാരകരാകേണ്ട ഒരു കാലമാകുന്നു എന്ന് നാം തിരിച്ചറിയുക. അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.